بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. ആയാത്ത് ഖുർആനിലെ പഠിതാക്കളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ പഠനം നമുക്ക് ധാരാളം പ്രതിഫലം ലഭിക്കുന്ന, പ്രതിഫലം നേടിയെടുക്കുന്നതിൽ വലിയ പ്രയോജനം കിട്ടുന്ന സൽക്കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സൂറ അസ്സഫിന്റെ അവസാനത്തെ ആയത്ത് നമുക്കിന്ന് ആരംഭിക്കേണ്ടത്. ഇന്ന് സൂറത്തുൽ ജുമുഅ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ആരംഭിക്കാൻ കഴിയും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين. وأخرى വേറെയും, അല്ലെങ്കിൽ മറ്റൊന്നും. തുഹിബ്ബൂനഹ, നിങ്ങളത് ഇഷ്ടപ്പെടുന്നു. നസ്റും മിനല്ലാഹി, അല്ലാഹുവിങ്കിൽ നിന്നുള്ള സഹായം. നസ്റുൻ സഹായം, മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന്. വഫത്ഹുൻ ഖരീബ്, വഫത്ഹുൻ വിജയവും, ഖരീബ് അടുത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ആസന്നമായ. വബശ്ശിരിൽ മുഅ്മിനീൻ, വബശ്ശിർ സന്തോഷവാർത്ത അറിയിക്കുക, അൽ മുഅ്മിനീൻ സത്യവിശ്വാസികളെ. ഒന്നുകൂടി, വഉഖ്റാ തുഹിബ്ബൂനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊന്നും. നസ്റും മിനല്ലാഹി വഫത്ഹുൻ ഖരീബ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള സഹായവും അടുത്തു തന്നെയുള്ള വിജയവും. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കുക. സത്യവിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബിസിനസിനെ കുറിച്ച് പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം. എന്നിട്ട് ആ ബിസിനസ് എന്താ പറഞ്ഞത്? ശരിയായി വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ജിഹാദ് ചെയ്താൽ പരലോകത്ത് കിട്ടാനുള്ള പ്രതിഫലത്തെ കുറിച്ചാണ് മുകളിൽ പറഞ്ഞത്. യഗ്ഫിർ ലക്കും ദുനൂബക്കും എന്നൊക്കെ പറഞ്ഞ ജന്നാത്ത് അദിന്, മസാക്കിന തയ്യിബത്തിൽ ജന്നാത്ത് അദിന്, ഇങ്ങനെ സ്വർഗത്തിൽ ഉള്ള ഉപവാസമൊക്കെ പറഞ്ഞു. അള്ളാഹുവിൽ വിശ്വസിക്കുകയും വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കുകയും എന്നിട്ട് ജിഹാദ് ചെയ്യേണ്ട വിധം ചെയ്യുകയും ചെയ്താൽ പരലോകത്ത് സ്വർഗം മാത്രമല്ല കിട്ടുക, പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊന്നുകൂടി കിട്ടും എന്നാണ്. എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാൻ കാരണം? മനുഷ്യർക്ക് പൊതുവിലും വിശ്വാസികൾക്കും ദുനിയാവിലെ അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ച് ഒരു കാര്യം ചെയ്താൽ അത് ദുനിയാവിൽ വിജയിച്ച് കാണുമ്പോഴാണല്ലോ ഇവിടെ നമ്മൾ സന്തോഷിക്കുക. അതാണ് ഉഖ്റാ തുഹിബ്ബൂനഹ എന്ന് പറഞ്ഞത്. എന്നാൽ അതൊരു പൊതിഞ്ഞാണ് പറയുന്നത്. ഉഖ്റാ തുഹിബ്ബൂനഹ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊന്നും. നമ്മളിങ്ങനെ ഒരു
പിന്നെ ആളുകളുടെ കുട്ടികൾക്ക് ഒരു സാധനം തരും ഞാൻ, അത് നിനക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്ന ശൈലിയിലാണ് പറയുന്നത്. അതിന്റെ അർത്ഥം സ്വർഗം ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല, കൂടുതൽ കൗതുകം ജനിപ്പിക്കുവാനുള്ള ശൈലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നീട് പറയുന്ന കാര്യത്തെക്കുറിച്ച് ആദ്യം ഇങ്ങനെ ഒന്ന് ഉഖ്റ തുഹിബ്ബൂനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊന്നും അല്ലെങ്കിൽ വേറെ ഒരു കാര്യവും കൂടി കിട്ടും. കാരണം ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് സത്യവിശ്വാസികൾ ഇങ്ങനെ ഒരു പരാജിത മനസ്കരായിട്ട്, ഉഹദ് ഖന്തക് അതിന്റെ ഇടയിലാണ് ഇത് ഇറങ്ങിയത് എന്നാണ് കരുതപ്പെടുന്നത്. ഉഹദിൽ പരാജയം പോലെ ഒരു സംഭവം ഉണ്ടായി, വലിയ ദുഃഖം ഉണ്ടാകുന്ന കാര്യം ഉണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പരിക്കേറ്റു. ഖന്തക്കിലാകുമ്പോ എല്ലാവരും കൂടി വിഴുങ്ങാൻ വരികയാണ് എന്നുള്ള ഭീതി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറയുന്നത്. അപ്പോ അവിടെ ആവശ്യപ്പെട്ടത് ജിഹാദ് ചെയ്യാനാണ്. ജിഹാദ് ചെയ്താൽ സ്വർഗവും കിട്ടും, ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം കിട്ടും. ഈ ഫത്ഹുൻ ഖരീബ് എന്ന് പറഞ്ഞാൽ അത് ഫത്ഹു മക്കയാണ്. ഫത്ഹു മക്ക ആണ് എന്ന് അവിടെ ഇങ്ങ് പറയുന്നില്ല, പകരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊന്നുണ്ട് എന്ന് ഒരു ഓഫർ കൊടുത്തു വെക്കുകയാണ്. എന്താണ് എങ്ങനെയാണ് വിജയം ഉണ്ടാകുക, അതൊക്കെ പിറകെ കാണാനിരിക്കുന്നേ ഉള്ളൂ. അതൊന്നും അള്ളാഹു താല മുൻകൂട്ടി പറയില്ലേ, അള്ളാഹിന്റെ ശൈലിയല്ല. ഉഹദിനെ നിരൂപണം ചെയ്തുകൊണ്ട് ആലുംറാഹിൽ പറയുന്നുണ്ട്, അള്ളാഹു താല വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങളെ മനസ്സിലാക്കാൻ അവസരം തരിക എന്നുള്ളത് അള്ളാഹിന്റെ രീതിയിൽപ്പെട്ടതല്ല. പകരം അള്ളാഹു കൊടുക്കുന്ന ഓഫറിലേക്ക് അവരെ പ്രവർത്തിപ്പിച്ച് എത്തിക്കുകയാണ് ചെയ്യുക. എന്താണ് തുഹിബ്ബൂനഹ എന്ന് പറഞ്ഞാൽ നസ്റും മിനല്ലാഹി വ ഫത്ഹുൻ ഖരീബ്. അതുകൊണ്ട് ഉദ്ദേശ്യം, അതായത് അതിന്റെ ബയാനാണ്, അള്ളാഹുവിന്റെ സഹായം വരും. നിങ്ങൾ ജിഹാദ് ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. പിന്നെ അതിനെ അടുത്ത് തന്നെ ഫത്ഹുൻ, അപ്പൊ ഫത്ഹുൻ എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. അതിന് പകരം ഫത്ഹുൻ ഖരീബ്, വളരെ സമീപസ്ഥമായ വിജയം. നമ്മൾ നേരത്തെ ദുആയെ കുറിച്ച് പഠിച്ചെടുത്ത്, റമദാനിന്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത്, വൈദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞേക്കൂ, ഞാൻ വളരെ അടുത്തുണ്ട് എന്ന്. അതാണ് ഇവിടെ ഉപയോഗിച്ച വാക്ക് ഫത്ഹുൻ ഖരീബ് എന്ന് പറഞ്ഞാൽ വളരെ അധികം താമസിയാതെ തന്നെ നിങ്ങൾ വിജയിക്കാൻ പോകുന്നുണ്ട്. ഈ സോഷ്യോ സൈക്കോളജിസ്റ്റുകൾ, സാമൂഹ്യ മനഃശാസ്ത്രജ്ഞർ പറയുന്ന ഒരു കാര്യമാണ്, ഒരു ടീം വിജയിക്കണമെങ്കിൽ അവർക്ക് അടുത്തടുത്ത് സാധിക്കുവാനുള്ള ലക്ഷ്യങ്ങൾ നിർണയിച്ചു കൊടുക്കും. അഥവാ ലോകമാകെ കുറെ കാലം കഴിയുമ്പോൾ നന്നാകും എന്ന് പറഞ്ഞാൽ പോരാ, രാജ്യമാകെ കുറെ കാലം കഴിയുമ്പോൾ നന്നാകും എന്ന് പറഞ്ഞാൽ പോരാ. ഈ മാസം എന്ത് നേടണം, അടുത്ത മാസം എന്ത് നേടണം, ഇക്കൊല്ലം എന്ത്, അടുത്ത കൊല്ലം എന്ത്, ഇങ്ങനെ നിയറസ്റ്റ് ടാർഗറ്റുകൾ എന്ന പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അടുത്ത് തന്നെ വിജയിക്കാൻ പോകുന്നുണ്ട്. അവര് പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, അബദ്ദഹ്റു നഹ്നു ഖായിഫൂൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ എന്നും ഇങ്ങനെ പേടിച്ചു കഴിയുന്ന ആളുകളായിരിക്കോ? അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ ഭാഗമാണിത്. ഫത്ഹുൻ ഖരീബ് വബശ്ശിരിൽ മുഅ്മിനീൻ, യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് സന്തോഷ വാർത്ത? അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്താൽ അള്ളാഹു സഹായിക്കുകയും വിജയമുണ്ടാക്കുകയും ചെയ്യും. എക്കാലത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന്. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അള്ളാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.